സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. മഴയുടെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യത മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ജാഗ്രത കടുപ്പിച്ചു. രക്ഷയില്ല, കനത്ത മഴ മുന്നറിയിപ്പ്. പല സ്ഥലങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുകയാണ്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, അതിശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ മാറ്റം പ്രകൃതിയിൽ കാണുന്നത്. സമുദ്രമേഖലകളിലും അതിശക്തമായ കാറ്റിനും പ്രതികൂല കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. പ്രധാനമായും ഇന്ത്യൻ തീരപ്രദേശങ്ങളിലൂടെയും സമീപ സമുദ്ര മേഖലകളിലൂടെയും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. ചില അവസരങ്ങളിൽ കാറ്റിന്റെ വേഗത ഇതിലും കൂടുതലാകാനും സാധ്യത ഏറെയാണ്. തെക്കുകിഴക്കൻ അറബിക്കടൽ, മധ്യ അറബിക്കടലിന്റെ ചില ഭാഗങ്ങൾ, ഗുജറാത്ത് തീരം, മഹാരാഷ്ട്ര തീരം, കർണാടക തീരം എന്നിവിടങ്ങളിലോട് ചേർന്ന സമുദ്രമേഖലകളിലാണ് ശക്തമായ കാറ്റിനിപ്പോൾ സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മേഖലകളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില സമയങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാൾ ഉൾക്കടൽ, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില മേഖലകൾ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കാലവർഷക്കാറ്റ് അതിശക്തമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനാൽ അടുത്ത ഏതാനും ദിവസങ്ങളിലും സമുദ്രമേഖലകളിൽ കാറ്റിന്റെ ശക്തി വർദ്ധിക്കാനും കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. എന്തായാലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ നാളെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മുന്നറിയിപ്പ് പ്രവചിച്ചിരുന്നെങ്കിലും പുതിയ കണക്കനുസരിച്ച് നാളെ ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഉണ്ടായിരിക്കില്ല. ജാഗ്രതയുടെ ഭാഗമായി നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. എന്നാൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള റെഡ് അലർട്ട് തുടരും. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. കാലവർഷം, ചക്രവാത ചുഴി എന്നിവയുടെ സ്വാധീന ഫലമായാണ് ജൂൺ 9 വരെ സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്നും അതിനുശേഷം മഴയുടെ ശക്തി കുറയുമെന്നും പ്രവചനങ്ങളുണ്ട്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്രമഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.